ഇന്ന് ഞാൻ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിൻ്റെ സാരാംശത്തിൻ്റെ 5ാം ഭാഗം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഏതാണ്ട് 200 വയസ്സ് പ്രായമുണ്ടെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു അറബി ആൽക്കമിസ്റ്റ് വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പ് സന്ദർശിച്ചു അത്രേ. ആരോഗ്യങ്ങൾ നിലനിർത്താനുള്ള ഔഷധവും ഇരുമ്പ് ചെമ്പും സ്വർണ്ണമാക്കി മാറ്റാനുള്ള വിദ്യയും അയാൾക്കറിയാമായിരുന്നു പോലും. അത് വായിച്ചപ്പോൾ മുതൽ മനസ്സിലുണർന്ന ജിജ്ഞാസയാണ്. എന്നാലും ഏതോ കെട്ടുകഥ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞേനെ. അപ്പോഴാണ് അറേബ്യൻ മരുഭൂമിയിൽ പുരാവസ്തു ഗവേഷണം നടത്തിക്കൊണ്ടിരുന്ന ഒരു പഴയ ചങ്ങാതിയെ വീണ്ടും കണ്ടുമുട്ടിയത്. അയാളും ആ കഥ ശരിവെച്ചു. അറേബ്യയിൽ എവിടെയോ ഈ പറഞ്ഞ ദിവ്യശക്തികളുള്ള ഒരു നാട്ടുകാരൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന്. അൽഫിയും എന്നൊരു മരുപ്പച്ചയുണ്ട്. അവിടെയാണ് അയാൾ താമസിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ചങ്ങാതി വിശദമാക്കി പറഞ്ഞു കേൾക്കുന്നത് അയാൾക്ക് 200ഓളം വയസ്സ് പ്രായമുണ്ടെന്നാണ്. എന്ത് ലോഹമായാലും അതിനെ സ്വർണ്ണമാക്കി മാറ്റാനുള്ള കഴിവ് അയാൾക്കുണ്ടെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. ഒരു ബെഞ്ചിൽ ചാരിയിരുന്നുകൊണ്ട് ആ ഇംഗ്ലീഷുകാരൻ വിചാരിച്ചു. അയാളുടെ കയ്യിൽ പാതി തുറന്ന ഒരു രസതന്ത്ര പുസ്തകം ഉണ്ടായിരുന്നു. തികച്ചും 10 കൊല്ലം ഒരു സർവകലാശാലയിൽ പഠിപ്പിച്ചും കഴിഞ്ഞു. എന്നിട്ടിപ്പോൾ പൊടിയും ചെളിയും വീർപ്പനാറ്റവും നിറഞ്ഞ ഈ തൊഴുത്ത് പോലുള്ള പാണ്ഡികശാലയിൽ ഇതിനകത്തുള്ള ഒട്ടകങ്ങളുടെ നാറ്റം അസഹനീയം തന്നെ. എന്നാലും അധികം താമസിയാതെ താൻ വളരെ കാലമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആൽക്കമിസ്റ്റിനെ കാണാൻ പറ്റുമല്ലോ എന്ന ചിന്ത അയാൾക്ക് ആശ്വാസം പകർന്നു. നിങ്ങൾ എങ്ങോട്ടാണ്? അകത്തേക്ക് അറബി വേഷത്തിൽ കടന്നു വന്ന സാന്റിയാഗോ അയാളോട് ചോദിച്ചു. അയാളും യാത്രയ്ക്ക് ഒരുങ്ങി തന്നെയാണ് വന്നിരുന്നത്. എനിക്കും മരുഭൂമി കടക്കണം. വലിയ ഉത്സാഹം കാണിക്കാതെ അയാൾ വായനയിലേക്ക് ശ്രദ്ധ തിരിച്ചു. സംസാരം തുടരാൻ അയാൾ ഒട്ടും ഉത്സാഹം കാട്ടിയില്ല. മനസ്സ് മുഴുവൻ കയ്യിലിരുന്ന പുസ്തകത്തിലായിരുന്നു. അറബി യുവാവ് അയാളുടെ അരികിൽ വന്നിരുന്നു. കയ്യിലുണ്ടായിരുന്ന ഏതോ പുസ്തകം നിവർത്തി വായിക്കാൻ തുടങ്ങി. ആ പുസ്തകം സ്പാനിഷ് ഭാഷയിലായിരുന്നു. അത് കണ്ടപ്പോൾ ഇംഗ്ലീഷുകാരന് ആശ്വാസം തോന്നി. അറബിയേക്കാൾ അയാൾക്ക് വശം സ്പാനിഷായിരുന്നു. യാത്രയിൽ മിണ്ടാനും പറയാനും കൂടെ ഒരാൾ ഉണ്ടാവുക രസമല്ലേ. ഇയാളും അൽഫയിൽ വരെ ഉണ്ടെങ്കിൽ നല്ലൊരു കൂട്ടാകും. വായിക്കാൻ തുടങ്ങിയ പുസ്തകത്തിൽ ശ്രദ്ധ ചെലുത്താൻ എന്തുകൊണ്ടോ അവന് സാധിച്ചില്ല. ഇതെന്ത് അത്ഭുതം! കൊല്ലം 2ആയി ഇത് വായിക്കാൻ തുടങ്ങിയിട്ട്. ഇനിയും ആദ്യത്തെ ഏതാനും പേജുകൾക്ക് അപ്പുറത്തേക്ക് വായന നീങ്ങുന്നില്ല. താനെടുത്ത ഈ തീരുമാനം ശരിയാണോ? മനസ്സിൽ അപ്പോഴും സംശയം വിടുന്നില്ല. തീരുമാനമെടുക്കുക എന്നത് തുടക്കം മാത്രം. പിന്നെ ആ ഒഴുക്കിലേക്ക് വഴുതി ഇറങ്ങുകയാണ്. അങ്ങനെ ഒഴുകി എവിടെയൊക്കെ ചെന്ന് പറ്റുമെന്ന് ആർക്കെങ്കിലും മുൻകൂട്ടി പറയാൻ കഴിയുമോ? അന്ന് നിധി തേടി ഇറങ്ങാൻ തീരുമാനിച്ചപ്പോൾ താൻ അറിഞ്ഞില്ലല്ലോ ഒരു സ്ഫടികപാത്ര കച്ചവടക്കാരനെ സഹായിയായി അയാളുടെ കടയിൽ നിൽക്കേണ്ടി വരുമെന്ന്. ഇന്നിപ്പോൾ ഈ യാത്രക്കാരുടെ കൂടെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. ആർക്കറിയാം ഈ വഴി തന്നെ എവിടെ കൊണ്ടുചെന്നെത്തിക്കുമെന്ന്. അരികിലിരിക്കുന്നയാൾ ഇംഗ്ലീഷുകാരനാണ്. താൻ കടന്നു ചെന്ന് തീരെ ഇഷ്ടമായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന മുഖഭാവം. പരിചയപ്പെടാമായിരുന്നു, കൂട്ടുകൂടാമായിരുന്നു. അതിനെങ്ങനെ? തൻ്റെ ആദ്യത്തെ ചോദ്യത്തിന് തന്നെ എത്ര നീരസത്തോടെയാണ് അയാൾ മറുപടി പറഞ്ഞത്. അവൻ പുസ്തകം മടക്കി വെച്ചു. ഇയാളെപ്പോലെ ആരോടും മിണ്ടാൻ ഭാവമില്ലാത്ത ഒരു ഗൗരവക്കാരനെ മറ്റുള്ളവർ തന്നെ കണക്കാക്കേണ്ട. കീശയിൽ കൈയിട്ട് അവൻ ആ കല്ലുകൾ രണ്ടും പുറത്തെടുത്തു. അത് കയ്യിൽ അമ്മാനം അടിയപ്പോൾ, അല്ല ഇത് യുറുമിയും തുമീമുമാണല്ലോ. ഇംഗ്ലീഷുകാരന് അത്ഭുതം. ഇത് വിൽക്കാനുള്ളതല്ല. പെട്ടെന്ന് തന്നെ അവൻ അവ രണ്ടും കീശയിലോട്ടിട്ടു. അല്ലെങ്കിൽ ഇതിനിത്ര വില ഒന്നുമില്ല. ഇംഗ്ലീഷുകാരൻ പറഞ്ഞു. ഒരു തരം പാറ നുറുക്കി ഉണ്ടാക്കുന്നതാണ്. കണ്ടാൽ സ്ഫടികമാണെന്ന് തോന്നുമെന്ന് മാത്രം. ആയിരക്കണക്കിനുണ്ട് ഇത്തരം കല്ലുകൾ. പക്ഷേ ഈ പ്രദേശത്ത് ഇതുണ്ടെന്ന് ഞാൻ ധരിച്ചിരുന്നില്ല. ഇതിനെക്കുറിച്ച് വിവരമുള്ളവർക്ക് മാത്രമേ പറയാൻ പറ്റൂ. ഇത് യുറീമും തുമീമുമാണെന്ന്. അയാൾ പിന്നെയും എന്തൊക്കെയോ പറഞ്ഞു. താൻ പറയുന്നത് മുഴുവൻ ആ അറബി യുവാവ് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് അയാൾക്ക് സംശയമുണ്ടായിരുന്നു. ഈ കഥ വിശുദ്ധ ബൈബിളിലുണ്ട്. അതിൽ തന്നെയാണ് യുറീമിനെയും തുമീമിനെയും കുറിച്ചുള്ള വിവരവും. ഇതിൻ്റെ ഉപയോഗം ദൈവം അനുവദിച്ചിട്ടുള്ളതാണ്. ഈ കല്ലുകളുടെ സഹായത്താൽ ഭാവി കണ്ടറിയാൻ പണ്ട് കാലത്തെ പുരോഹിതന്മാർ ഇത്തരം കല്ലുകൾ അവരുടെ മാർച്ചട്ടകളിൽ പതിപ്പിച്ചിരുന്നു. അവന് സന്തോഷം തോന്നി. താൻ വന്നെത്തിയിരിക്കുന്ന സ്ഥലം കൊള്ളാമല്ലോ. ഒരു പക്ഷേ ഇതൊരു നിമിത്തമായിരിക്കും. തെല്ല് ഉറക്കിയായിരുന്നു ഇംഗ്ലീഷുകാരൻ്റെ വാക്കുകൾ. നിമിത്തമോ? എന്താണ് നിങ്ങൾ പറഞ്ഞത്? അവന് സ്വന്തം ജിജ്ഞാസ അടക്കാനായില്ല. ആരാണ് നിങ്ങളോട് അതിനെപ്പറ്റി പറഞ്ഞത്? നിത്യജീവിതത്തിലെ അനുഭവങ്ങൾ ഓരോന്നും ഓരോ നിമിത്തങ്ങളാണ്. വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം അയാൾ മടക്കി വെച്ചു. സാർവലൗകികമായ ഒരു ഭാഷ ഒരു കാലത്ത് നിലവിലുണ്ടായിരുന്നു. സർവ്വർക്കും മനസ്സിലാവുന്ന ഒരു ഭാഷ. പക്ഷേ ഇന്ന് അതിനെക്കുറിച്ച് ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ. ആ ഭാഷ വീണ്ടും തിരഞ്ഞു കണ്ടുപിടിക്കലാണ് എൻ്റെ ശ്രമം. അതറിയുന്ന ഒരാൾ ഈ മരുഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്. ഒരു ആൽക്കമിസ്റ്റ്. നിങ്ങൾക്ക് 2 പേർക്കും ഭാഗ്യമുണ്ട്. ദാ
ഒരു സംഘം കച്ചവടക്കാർ അൽഫയിലേക്ക് ഇന്ന് തന്നെ പുറപ്പെടുന്നുണ്ട്. പാണ്ഡ്യശാലയുടെ ഉടമസ്ഥനാണ് ഇത് അവരെ അറിയിച്ചത്. പക്ഷേ എനിക്ക് പോകേണ്ടത് ഈജിപ്തിലേക്കാണ്, അവൻ പറഞ്ഞു. അതിനെന്താ, അൽഫയും ഈജിപ്തിൽ തന്നെയാണല്ലോ, അറബിയാണത്രേ, നിനക്കതുകൂടി അറിയില്ലേ? ഇത് നല്ല ലക്ഷണം തന്നെ. തടിയൻ അറബി അവിടെ നിന്ന് പോയപ്പോൾ ഇംഗ്ലീഷുകാരൻ പറഞ്ഞു. കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി ഒരു പുസ്തകം തന്നെ എഴുതിയേനെ. ഭാഗ്യം, യാദൃച്ഛികത, എല്ലാവർക്കും അറിയാമെന്ന ഭാഷ എന്ന് പറഞ്ഞില്ലേ, ഈ വാക്കുകളായിരുന്നു ആ ഭാഷയുടെ ആധാരം. ഒന്ന് നിർത്തി എന്തോ ആലോചിച്ച് അയാൾ തുടർന്നു. നീയും ഞാനും ഇവിടെ എങ്ങനെ കണ്ടുമുട്ടിയത് വെറുതെ ആണെന്ന് കരുതുന്നുണ്ടോ? അതും 2 പേരുടെ കയ്യിലും ഈ മാന്ത്രിക കല്ലുകളും. പറയൂ, നീയും ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ആ ആൽക്കമിസ്റ്റിനെ അന്വേഷിച്ചുകൊണ്ടാണോ? അല്ല, അവൻ പറഞ്ഞു. ഞാൻ അന്വേഷിക്കുന്ന ഒരു നിധിയാണ്. പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയെങ്കിലും ഉടനെ അവന് തോന്നി സത്യം വെളിപ്പെടുത്തേണ്ടിയിരുന്നില്ലെന്ന്. എന്തായാലും അവൻ്റെ വാക്കുകൾ അയാൾ കാര്യമായി എടുത്തു എന്ന് തോന്നിയില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ എൻ്റെ ലക്ഷ്യവും അത് തന്നെ. അയാൾ പറഞ്ഞു, ആൽക്കമി എന്ന് വെച്ചാൽ എന്താണെന്ന് തന്നെ എനിക്കറിഞ്ഞുകൂടാ. അവൻ പറയാൻ തുടങ്ങിയപ്പോഴേക്കും പാണ്ഡ്യശാലയുടെ ഉടമസ്ഥൻ വന്ന് വിളിച്ചു. 2 പേര് യാത്രയായിക്കൊള്ളൂ, അവർ ഇതാ പുറപ്പെടുകയായി. നീണ്ട ഒരു കാഹളം മുഴങ്ങി. യാത്രക്കാരൊക്കെ അവരവരുടെ ഒട്ടകങ്ങളുടെയും കുതിരകളുടെയും പുറത്ത് കയറി. അവനും ഇംഗ്ലീഷുകാരനും നേരത്തെ തന്നെ ഓരോ ഒട്ടകങ്ങളെ വാങ്ങി നിർത്തിയിരുന്നു. കുറച്ചൊന്ന് വിഷമിച്ചു, എന്നാലും 2 പേരും അവരവരുടെ സ്ഥാനങ്ങളിൽ കയറിപ്പറ്റി. ഇംഗ്ലീഷുകാരൻ്റെ ഒട്ടകത്തിൻ്റെ സ്ഥിതി അല്പം കഷ്ടത്തിലായിരുന്നു. യാത്രക്കാരന് പുറമെ പുസ്തകങ്ങൾ കുത്തി നിറച്ച കനമുള്ള ഏതാനും പെട്ടികളും. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ ഓരോരോ സംഭവങ്ങളെയും കൂട്ടിയിണക്കുന്ന അദൃശ്യമായ ഒരു ചങ്ങല. തന്നെ ആട്ടിടയനാക്കി തീർത്ത അതാണ്. വീണ്ടും വീണ്ടും ഒരേ സ്വപ്നം തന്നെ കാട്ടി മനസ്സിൽ മോഹമുണർത്തിയതും ആഫ്രിക്കൻ തീരങ്ങളിലുള്ള ആ പട്ടണത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചതും ഒരു കള്ളനെ കൊണ്ട് കയ്യിലുള്ള മുതലെല്ലാം തട്ടിപ്പറിപ്പിച്ചതും ചില്ലുപാത്രക്കാരൻ്റെ കടയിൽ അഭയം തേടി എത്തിച്ചതും സ്വന്തം ലക്ഷ്യത്തോടടുക്കുമ്പോഴേ ഒരുപക്ഷെ ഒരാൾക്ക് മനസ്സിലാവും തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്തെന്ന്. പിന്നെ അത് സഫലമാക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ആ ജീവിതം. മരുഭൂമിയിലേക്ക് കടന്നതിൽ പിന്നെ നിലയ്ക്കാത്ത വീശിക്കൊണ്ടിരുന്ന കാറ്റിൻ്റെ ചൂളമിടി മാത്രം. പിന്നെ മൃഗങ്ങളുടെ കുളമ്പടി ഒച്ചകൾ. വഴികാട്ടികൾ കൂടി അധികമൊന്നും സംസാരിക്കുന്നില്ല. ഞാനൊരു 100 തവണ ഈ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്തിട്ടുണ്ട്. ഒരു രാത്രി ഒട്ടേക്കാരിൽ ഒരാൾ അവനോട് പറഞ്ഞു. അറ്റമില്ലാതെ പരന്നു കിടക്കുന്ന മണലാഴി, അകലെ അകലെ എങ്ങോ കാണുന്ന ചക്രവാളങ്ങൾ, ഇതിന് രണ്ടിനുമിടയിൽ മനുഷ്യൻ എത്ര നിസാരനാണ്. അപ്പോൾ അവൻ്റെ മൗനം സ്വാഭാവികം. അനന്തമായ മരുഭൂമിയുടെ മുമ്പിൽ മനുഷ്യൻ എത്ര നിസാരനാണ്. ആ വാക്കുകൾ അവൻ്റെ മനസ്സിൽ വല്ലാത്ത ചലനങ്ങളുണ്ടാക്കി. ഒരുപക്ഷെ താനും സാർവലൗകികമായ ഭാഷ മനസ്സിലാക്കി തുടങ്ങുകയാണോ? ഓരോ വ്യക്തിയുടെയും ഭൂതവും ഭാവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭാഷ. അവൻ്റെ ഉള്ളിൽ പുതിയ ഒരു ഉണർവ്, അകാരമായി മനസ്സിൽ തെളിയുന്ന ചില പ്രത്യേക തോന്നലുകൾ, വെളിപാടുകൾ, ഉൾവിളികൾ എന്നൊക്കെ തൻ്റെ അമ്മ പറയാറുണ്ടല്ലോ. മരുഭൂമി നിറയെ മണലാണ്, ഇടയിൽ ചില പാറക്കൊട്ടങ്ങൾ. അങ്ങനെ വരുമ്പോൾ യാത്രക്കാർക്ക് ചിലപ്പോൾ ചുറ്റിപ്പോകേണ്ടതായിട്ട് വരാം. തടസ്സങ്ങളുടെ വലിപ്പമനുസരിച്ച് വളവുകളുടെ നീളവും കൂടിയും കുറഞ്ഞും ഇരിക്കും. ഇടയിൽ വഴികാട്ടികളിൽ ആരെങ്കിലും മരിക്കുകയോ രോഗബാധിതനാവുകയോ ചെയ്താൽ ഒട്ടകത്തെ കൊണ്ടു നടക്കുന്നവർ എല്ലാവരും ചേർന്ന് ആ സ്ഥാനത്തേക്ക് പുതിയ ഒരാളെ നറുക്കിട്ടെടുക്കും. ഈ പതിവുകളുടെ ഉദ്ദേശം ഒന്ന് മാത്രം: എന്തൊക്കെ സംഭവിച്ചാലും യാത്ര തുടർന്നു പോകണം. വടക്ക് നോക്കി യന്ത്രം നിർദ്ദേശിക്കുന്ന മാർഗത്തിലൂടെ തടസ്സങ്ങളിലൊക്കെ തരണം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നിർദ്ദിഷ്ട വഴിയിലൂടെയാകും യാത്ര. ആ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ കൂടെ തന്നെ സഞ്ചരിച്ചിരുന്നു. ക്രമേണ അയാളുമായി അവൻ നല്ല അടുപ്പത്തിലായി. രാത്രി യാത്ര അവസാനിപ്പിച്ച ഏതെങ്കിലും താവളങ്ങളിൽ തീ കാഞ്ഞിരിക്കവേ ഒരിക്കൽ അവൻ അയാളോട് സ്വന്തം കഥ പറയുകയുണ്ടായി. ആൻഡലൂസിയയിലെ പുൽമേടുകളിൽ ആടുകളെ മേച്ചിരുന്ന സാഹസകഥകൾ. അങ്ങനെ ഒരു ദിവസം അയാളും അവന് പറഞ്ഞു കൊടുത്തു സ്വന്തം ജീവിതകഥ. ആ കഥ ഇനി 6ാം ഭാഗത്തിൽ. പ്രിയമുള്ളവരെ, ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിൻ്റെ സാരാംശം 5ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോയുടെ ടെയിലിൽ ആൽക്കമിസ്റ്റ് വീഡിയോകളുടെ മുഴുവൻ പ്ലേലിസ്റ്റും കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ എല്ലാ ഭാഗങ്ങളും തുടർച്ചയായി ക്രമത്തിന് കാണാൻ സാധിക്കും. ഈ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് നന്ദി. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ദിസ് ഈസ് സുധീർ മേനോൻ സൈനിങ് ഓഫ്.